ഹേയ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പം ഒരു വീഡിയോ കണ്ടു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു 10% ഒക്കെ കാശിൽ നിൽക്കുവാണല്ലോ. സോ ഇപ്പോൾ ആമസോണിലൊക്കെ ഒരു 10% ഓഫ് അല്ലെങ്കിൽ എന്താ പറയാ ബിഗ് ബില്യൺ സെയിലൊക്കെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? ചാടി കയറി കുറേ സാധനങ്ങൾ മേടിക്കും. സെയിം ഫ്ലിപ്കാർട്ടിൽ ഒരു 10% ഓഫർ വന്നാലും നമ്മൾ കുറേ സാധനം മേടിക്കും. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ക്രാഷ് വന്നേക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബെറ്റർ ബൈയുടെ ഓപ്പർച്യൂണിറ്റി വന്നേക്കാണ്. സോ ഈ ഒരു അവസരം നല്ലൊരു ട്രേഡർ, ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് ഒരു കച്ചവടക്കാരുടെ കാര്യം. ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്യൂർലി ഒരു ബിസിനസ് ആണ്, ഒരു ഗാംബ്ലിംഗ് അല്ല. സോ നമ്മളൊരു നാട്ടിൽ നടക്കുന്ന സാധാ കച്ചവടങ്ങളായിട്ട് വേണം കമ്പയർ ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു കച്ചവടക്കാരൻ യൂസ്ഡ് കാറിന്റെ ഒക്കെ കച്ചവടമുള്ള ഒരു നമ്മുടെ നല്ല സാധാ ബ്രോക്കർ ഇപ്പോ സ്വിഫ്റ്റിന് 2020 സ്വിഫ്റ്റ് കാറിന് ഒരു ഏകദേശം 5 ലക്ഷം രൂപ മാർക്കറ്റ് വില ഉണ്ടെന്ന് വിചാരിക്കും. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് അത്യാവശ്യം മാർക്കറ്റ് വില 5 ലക്ഷം വരെയുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുമ്പോൾ ഈ സെയിം സ്വിഫ്റ്റ് വേറെ തകരാറുകളൊന്നും ഇല്ലാതെ ഒരു 3 ലക്ഷം രൂപയ്ക്ക് വിൽക്കാട്ടേണു. എന്ത് ചെയ്യും? ഒരു കച്ചവടക്കാരനാണെങ്കിൽ ചാടി വീഴും. അതും വേണ്ട, കുറച്ചൊക്കെ ഒരു കാർ മേടിക്കാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന, ഇപ്പൊ പൈസ ഇല്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും ഇങ്ങനെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എവിടെന്നെങ്കിലും കാശുണ്ടാക്കി മേടിക്കും. സെയിം ഒരു കച്ചവട മൈൻഡിൽ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കാണണം. ഇപ്പോ നിഫ്റ്റി 10 to 15% ഒക്കെ കാശിൽ പല പ്രാവശ്യം കിട്ടി. നിങ്ങൾ വാച്ച് ലിസ്റ്റിലുള്ള നോക്കി നിൽക്കുന്ന പല സ്റ്റോക്കും ചീപ്പ് പ്രൈസിലാണ്, അല്ലെങ്കിൽ നോക്കി നിൽക്കുന്ന അല്ലെങ്കിലും ഫണ്ടമെന്റലി നല്ല ഒത്തിരി സ്റ്റോക്കുകൾ ഇപ്പൊ ചീപ്പ് പ്രൈസിലാണ്. നിങ്ങൾക്ക് വാങ്ങാൻ ബെസ്റ്റ് ടൈമാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മേടിക്കുന്നത് മൊബൈൽ, ഫ്രിഡ്ജ് ഒക്കെ അല്ലേ. സോ ഇതൊന്നും ഒരു റവന്യൂ മോഡൽ അല്ല. പക്ഷെ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് സെയിൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരുന്നതാണ്. സംടൈംസ് നിങ്ങളുടെ ക്യാപിറ്റലിനെ 2-3 ഇരട്ടിയാക്കാൻ പറ്റുന്ന ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകൾ പോലെ മാർക്കറ്റിലുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റ് ബിസിനസ്സുകൾ കാണുന്ന പോലെ, മറ്റു കച്ചവടങ്ങൾ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ലുലുവില് ഒരു ഡിസ്കൗണ്ട് സെയിൽ വന്നു, എന്താണ് അവിടെ തിരക്ക്? ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലും കാണിക്കുക. ചീപ്പ് പ്രൈസിൽ നിൽക്കുന്ന നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കുക. അതോ ഒറ്റയടിക്ക് വലിയ എമൗണ്ട് ഒന്നും മേടിക്കണ്ട. നിങ്ങളുടെ കയ്യിലുള്ള പൈസ പോലെ കുറച്ച് വാങ്ങിക്കുക. ഓരോ ഡൗണിലും കുറച്ച് ആഡ് ചെയ്യാൻ നോക്കുക. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ ഒരു സർട്ടൻ പീരീഡിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ട്. അതാണ് നമ്മളുടെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ്. ഞങ്ങളുടെ ആൽഗോസ് നിങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള ബെറ്റർ സ്റ്റോക്കുകൾ, വില കുറഞ്ഞു നിൽക്കുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. നമ്മുടെ ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ബൈ.